ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എല്ലാ വീഡിയോയും ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കുറച്ച് പോസിറ്റീവ് എനർജി ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോ കുറച്ച് വിഷമത്തോടുകൂടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഹെൽമെറ്റ് നൈസായിട്ട് മോഷണം പോയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പൊന്മുടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല, കാരണം ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പൊന്മുടിയിൽ ഏകദേശം 25 ജൂലൈ ആണ് പോകുന്നത്. 2024 25 ജൂലൈയിലാണ് പൊന്മുടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 11:35 നമ്മൾ പൊന്മുടി ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ കയറി നോക്കിയാൽ മനസ്സിലാവും. നല്ല കോടയും നല്ല മഞ്ഞും നല്ല വൈബായിട്ടുള്ള ക്ലൈമറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 11:35 ഒരു 11:35 11:40 നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം പൊന്മുടി നമ്മൾ ആ റൂട്ട് കയറട്ടെ. അപ്പോൾ നമ്മൾ റീൽസൊക്കെ എടുത്ത് ഏറ്റവും ടോപ്പിൽ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയപ്പോഴത്തേക്കും സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1:10 1:30 ഇടയ്ക്കാണ് കേട്ടോ. ഒരു 1:15 എന്തായാലും. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചു. പിന്നെ നമ്മൾ കയ്യിൽ ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ, ഞാനും ദേവൂട്ടി ഉണ്ട്. ദേവൂട്ടി എന്ന് പറഞ്ഞാൽ വൈഫാണ്. കൂടുതൽ പേർക്ക് അറിയത്തില്ല ഞാൻ മാരീഡ് ആണെന്ന്. അപ്പോൾ വൈഫും ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് മേടിച്ച് ആദ്യം നമ്മൾ വണ്ടി പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ രണ്ടുപേരുടെ ഹെൽമെറ്റ് വണ്ടി ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് എൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അതിൻ്റെ നമ്മളിവിടെ ടാഗ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ഡീറിങ്, ആ ലോക്ക് ഉണ്ടല്ലോ, ലോക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വൈഫിൻ്റെ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു താഴെ സൈഡിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലോക്ക് ചെയ്ത് വെച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹെൽമെറ്റോടെ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ എല്ലാവരും പോകുന്ന പോലെ നമ്മൾ പൊന്മുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി വീണ്ടും ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. തിരിച്ച് വരുന്നത് ഏകദേശം ഒരു 3 മണിയാവും. ഒരു മൂന്ന് മണി സമയം. ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് പൊന്മുടി ഇറങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മളെ വണ്ടി ഞാൻ ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഹെൽമെറ്റ് വെച്ചിരുന്ന പൊസിഷനിൽ വേറൊരു ഹെൽമെറ്റ് ഇരിക്കുന്നു. അതായത് ഈ മോഷ്ടിച്ചുകൊണ്ട് പോയ ആളിൻ്റെ ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റെ ഹെൽമെറ്റ് നൈസായിട്ട് എടുത്തുകൊണ്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം, ഒരു ഐഡിയ ഇല്ല. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ CCTV ക്യാമറ എന്തെങ്കിലും ഉണ്ടാകും നോക്കിയിട്ടുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് അവിടെ CCTV കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വണ്ടിയൊക്കെ പാർക്കിങ് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് നമ്മൾ ഓടി ചെന്ന് കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ കാര്യം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹെൽമെറ്റിൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഫോണിലോട്ട് അയച്ചു കൊടുക്കുക. താഴെ ചെക്ക് പോസ്റ്റിൽ അവർ അയച്ചു കൊടുത്തിട്ട് ഇറങ്ങി പോകുന്ന ഏതെങ്കിലും ആൾക്കാർ ഈ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അപ്പം തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ താഴത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ അടുത്ത് താഴെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് CCTV കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ CCTV കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂസൊന്നും ഉണ്ടായില്ല. കാരണം അവർ തന്നെ പറയുന്നത് CCTV ഉണ്ടെങ്കിലും അതിന് വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നുമുള്ള CCTV ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത സമയം പിന്നെ അതിന് ശേഷം 3 മണി വരെ തിരിച്ചിറങ്ങിയ ആൾക്കാരുടെ കുറച്ച് വിഷ്വൽസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആളെ കണ്ടുപിടിക്കാനോ എങ്ങോട്ടാണ് കൊണ്ടുപോയത് അല്ലെങ്കിൽ ആ ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ സമയദോഷം, നമ്മുടെ ഹെൽമെറ്റ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ എന്താണ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, ആരെങ്കിലുമൊക്കെ ഇനി പൊന്മുടിയല്ല, നിങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ഈ വണ്ടി യൂസ് ചെയ്യുന്നു, ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും കയ്യിൽ തന്നെയാണ് ഞാൻ ഹെൽമെറ്റ് കൊണ്ടുപോകാറുള്ളത്. എവിടെ പോയാലും മാക്സിമം കൈ പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് എന്തായാലും ഹെൽമെറ്റും കൊണ്ട് കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ നിങ്ങൾ ഇനി പൊന്മുടി പോവുകയാണെങ്കിൽ എവിടെ ചെന്നാലും പാർക്കിങ്ങിൽ ഹെൽമെറ്റ് വെക്കരുത്. മാക്സിമം കൈ തന്നെ കരുതാൻ നോക്കുക. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിയ നമ്മുടെ ആ ഒരു ഹെൽമെറ്റ് ആയിരിക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊണ്ട് നടക്കുന്ന ഹെൽമെറ്റ് ആയിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബിൽ മോട്ടോ വ്ളോഗിങ്ങാണ് ചെയ്യുന്നത്. ബൈക്ക് റിലേറ്റഡ് കണ്ടൻസാണ് യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ യൂട്യൂബിൽ എന്തൊക്കെ ബൈക്ക് റിലേറ്റഡ് കണ്ടന്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ഒരു ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ ഗോപ്രോ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിക്ക് ആ ഒരു ഹെൽമെറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഫ്രണ്ടിൽ നമ്മുടെ ഗോപ്രോ വെക്കാനുള്ള ആ ഒരു മൗണ്ടും, ഇവിടെ ഒരു മൗണ്ടിൻ്റെ ഗോപ്രോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള മൗണ്ടും, പിന്നെ നമ്മുടെ മൈക്ക് വെക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോപ്രോ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ മൈക്ക് നമ്മളൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള അകത്ത് എപ്പോഴും ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അകത്ത് നമ്മുടെ പാഡിങ്ങിനകത്ത് ചെറിയൊരു മൈക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോപ്രോയിൽ കണക്ട് ചെയ്യുന്ന മൈക്ക്. ആ ഒരു മൈക്കും അതിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ മൈക്ക് അഡാപ്റ്റർ വയ്ക്കാനുള്ള ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു, അതും പോയി. പിന്നെ ബാക്കിൽ ഗോപ്രോയിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടോട്ടൽ ലോസ് ആണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ടോട്ടൽ ലോസാണ് സംഭവിച്ചിരുന്നത്. കാരണം എൻ്റെ ഒരു ഗോപ്രോ സെറ്റപ്പ്, എൻ്റെ ഒരു യൂട്യൂബ് സെറ്റപ്പ് എന്ന് പറയുന്ന ആ ഒരു ഹെൽമെറ്റ് തന്നെയാണ്. ഒരു പകുതി പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽമെറ്റ് തന്നെയാണ്. ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഗോപ്രോ ഇല്ല എന്തായാലും നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ച് ചെയ്യാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റാണ്. ഏകദേശം ഒരു 3 വർഷത്തിൽ കൂടുതലും ഞാൻ ഒരു ഹെൽമെറ്റ് ആക്സർ അപ്പെക്സ് എന്ന് പറഞ്ഞ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ചാനലൊക്കെ വാച്ച് ചെയ്യുന്നവരൊക്കെ അറിയാൻ പറ്റുമോ ഞാൻ ഏത് ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഒരു ഹെൽമെറ്റാണ് എനിക്ക് മിസ്സായിരിക്കുന്നത്. അപ്പോൾ
മാക്സിമം നോക്കി തിരിച്ച് കിട്ടാനായിട്ട് മാക്സിമം നോക്കി CCTV കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ പൊന്മുടിയിൽ ഒരുവണെങ്കിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അവിടുത്തെ റഷും അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന്. അപ്പോൾ നമ്മൾ അത്രയും തിരക്കിനിടയ്ക്ക് അല്ലെങ്കിൽ അത്രയും ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ CCTV വിഷ്വലൊക്കെ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ തിരിച്ച് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര അന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഞാൻ ആ റീൽസിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ തൊട്ട് മുമ്പ് ഒരാൾ നിന്നാൽ പോലും കാണാൻ പറ്റത്തില്ല. അപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് നല്ല സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. കാരണം കുറച്ച് ദൂരെ ഒരാൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് തോന്നിയാൽ പോലും ആ പുള്ളിക്ക് അത് കാണാൻ പറ്റത്തില്ല. അത്രയും കോടമഞ്ഞും കാര്യങ്ങളും ഉണ്ടായിരുന്നു. തമ്മി കാണാൻ പോലും പറ്റാത്ത അത്രയും ക്ലൈമറ്റ് ആയിരുന്നു അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്കൊക്കെ എന്തായാലും ശ്രമിച്ചിട്ടുണ്ട്. കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ CCTV ക്യാമറ ഉണ്ടോ എന്ന് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഹിൽ ടോപ്പ് ആയതുകൊണ്ട് ഇടിമിന്നൽ അടിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ CCTV വെച്ചാലും ലാസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടെ വെക്കാൻ പറ്റത്തില്ല എന്നായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് എനിക്കിനി പ്രത്യേകിച്ച് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്തായാലും എത്ര പേരിലേക്ക് ഈ വീഡിയോ എത്തുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഇനി പൊന്മുടിയിലോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഹെൽമെറ്റ് കയ്യിൽ കരുതാൻ തന്നെ നോക്കുക കേട്ടോ. കാരണം അവിടെ കള്ളന്മാരുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അന്നത്തെ ദിവസം വന്ന ആർക്കെങ്കിലും എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തുകൊണ്ട് പോയതായിരിക്കും. അവിടെ കള്ളന്മാരുണ്ടെന്നൊന്നും ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടല്ല പോകുന്നത്. നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ പോയിട്ടുണ്ട് പൊന്മുടിയിൽ. ഈ സെയിം ഹെൽമെറ്റ് നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ട് പാർക്കിംഗ് പോയിട്ട് നമ്മൾ തിരിച്ച് വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടല്ല പൊന്മുടി പോകുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് 2024 ജൂലൈ അന്നത്തെ ദിവസം നമ്മൾ വണ്ടിയുടെ വെച്ചിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് പോയേട്ടാ. പക്ഷേ എൻ്റെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ടും എനിക്കെന്തായാലും പ്രത്യേകിച്ച് യൂസ് ഉണ്ടാവും തോന്നുന്നില്ല. തിരിച്ച് കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്തായാലും സത്യസന്ധത ഉള്ള കള്ളനാണ് കേട്ടോ. കാരണം നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും അവൻ്റെ പഴയ ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഏത് പൊസിഷനിലാണോ വെച്ചത് ആ പൊസിഷനിൽ അവൻ്റെ പഴയ ഹെൽമെറ്റ് വെച്ചിട്ട് എൻ്റെ ഹെൽമെറ്റ് എടുത്തുണ്ട്. എന്തായാലും മനസാക്ഷിയുള്ള കള്ളനാണ്. എന്തായാലും അതിൽ താങ്ക്സ് ഉണ്ട് കേട്ടോ ബ്രോ. കാരണം ചിലപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇനിയിപ്പോൾ വല്ല AI ക്യാമറ അല്ലെ പോലീസോ പെറ്റിയൊന്നും കിട്ടേണ്ടെന്ന് വിചാരിച്ച് അത്രയും സ്നേഹമുള്ളൊരു കള്ളനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ടാണ് അവൻ എൻ്റെ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയാട്ടോ. എന്തായാലും അത്രയും ഉപകാരമുണ്ട്. അപ്പോൾ ഇനി എന്തായാലും പോകുന്നവർ എവിടെ ആയാലും നിങ്ങളെ ഹെൽമെറ്റ് പൊന്മുടിയിലല്ല, നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും മാക്സിമം കൈ കരുതുക ഹെൽമെറ്റ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലമാണ് എന്ത് അടിച്ചുകൊണ്ട് പോകും. വണ്ടിയെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടിയെന്നുള്ളൊരു സമാധാനമുണ്ട്. ഹെൽമെറ്റ് പോയി എന്തായാലും എനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. കാരണം ഞാൻ പറയാം, എൻ്റെ ഒരു GoPro സെറ്റപ്പും യൂട്യൂബ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു 50% നമ്മുടെ ആ ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്കിനി ഈ വീഡിയോ ചെയ്തതിന് ശേഷം എന്തെങ്കിലും യൂസ് ഉണ്ടാവുമെന്നൊന്നും അറിഞ്ഞൂടാ. ഹെൽമെറ്റ് തിരിച്ച് കിട്ടുമോ അങ്ങനെയുള്ള കാര്യമൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ എന്താണ് വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ബൈക്ക് റിലേറ്റഡ് കണ്ടന്റാണ് ചെയ്യുന്നത്. എന്തായാലും ഹെൽമെറ്റും ബൈക്കൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെങ്കിലും ഇനി ശ്രദ്ധിക്കാൻ നോക്കുക. എവിടെ പോയാലും ഹെൽമെറ്റ് മാക്സിമം കൈ കരുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം കൈ തന്നെ കരുതുക. അല്ലെങ്കിൽ എന്തെങ്കിലും സേഫായിട്ട് നമുക്ക് ഹെൽമെറ്റ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസൊക്കെ നമ്മുടെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങളെ ഹെൽമെറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകണമെങ്കിൽ ഹെൽമെറ്റ് മാക്സിമം കൈ കരുതുക. അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പുതിയൊരു ഹെൽമെറ്റ് എടുക്കാനും അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ചെയ്തെടുക്കാനും നോക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. പുതിയൊരു ഹെൽമെറ്റ് എന്തായാലും എടുക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വേറെ ഓപ്ഷൻ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ബൈ.